ഫോട്ടോ എടുക്കണോ? ഇത്ര ക്ലിയർ ആയിരിക്കുന്നത് ഞാൻ തന്നെയാണോന്ന് എനിക്കൊരു ഡൗട്ട്. ഹലോ ഹായ്, PK ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അത് വരുന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഞാൻ വരുമ്പോൾ സമയം ഇരുട്ടായത് കൊണ്ട് അവിടെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇന്ന് എൻ്റെ ചേച്ചി എന്തോ വെറൈറ്റി ആയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ട്, എന്തോ എന്താണെന്നറിയില്ല, അത് അവള് തന്നെ പറയുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ചേച്ചി. എന്താ ഉണ്ടാക്കണമെന്ന് അവൾ തന്നെ പറയും. പൊരിച്ച കോഴി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം പറയും. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് പൊരിച്ചു വെച്ചു. ഞാനിവിടെ പൊരിച്ചു വെച്ച് ഇനി കുറച്ചുകൂടെ എനിക്ക് പൊരിക്കാനുണ്ട്. പൊരിച്ച ചിക്കൻ കോഴി ചോറ് എന്തായാലും പറയാ, ചിക്കൻ കോൾ മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, പുറത്ത് അത് പൊരിച്ച കോഴിയുടെ മണം. ഇതിന് ഞാനൊരു 4 5 മീഡിയം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് പുതിന ഇല, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം കൂടെ വെക്കുമ്പോൾ കാണിച്ചു തരാം. അതെ, മറ്റേ സിനിമയിൽ പറയില്ലേ, ഏതിലായിരുന്നത്, ഇടാൻ ഉദ്ദേശിച്ച ഒരു ഒരു കോലത്തിലായി പറയോ. നല്ല സംഭവം. ഈ കുക്കിംഗ് വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും പറയണ്ട, നമ്മൾ ഫാമിലി വീഡിയോ അല്ലേ ചെയ്യണ്ട്. എന്താ ചെയ്യുന്നത്, നീ പോയി നോക്ക് നോക്കോ. ഈ ചിക്കൻ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ. എന്താണ്ടി വാച്ചി ചിക്കൻ വേണ. ഇതാണ് എൻ്റെ ചേച്ചിന്റെ മകള്. മുഴുവനും വേണ്ടേ? ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇത് ബ്രൗൺ കളർ ആകുന്ന വരെ വരണം. ബ്രൗൺ കളറല്ല, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഞാൻ പിന്നെ പോയി ചിക്കൻ തന്നെ. എന്താ വാവിച്ച് ചെയ്യുന്നേ? കഴിക്കാനാ? നിന്റെ അമ്മ എന്നെ തല്ലും. നീ കട്ട് തിന്നണോ? അത് വെന്തുടി അത്, പക്ഷെ അത് അവള് ബിരിയാണി ഉണ്ടാക്കാനല്ലേ. ചേച്ചി എല്ലാം ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ ഉണ്ടായിട്ട് എല്ലാം ചിക്കൻ എടുത്തിട്ട് ഓടി. ബിരിയാണി ആകുമ്പോഴേക്ക് ചിക്കൻ കട്ട്. രണ്ടുപേര് ബിരിയാണിയൊക്കെ പ്ലാൻ ചെയ്ത് പകുതിയൊക്കെ കട്ട് തിന്നിരിക്കുക, അതിനകത്ത് ഒന്നും ആയിട്ടില്ല. അത്രേ നന്നായിട്ടുണ്ടാ? ഇതാണ് എന്റെ ഒടുവിൽ തനി കുടിയനായ പുത്രന്ന്. അവന് കുറച്ച് കൊടുറാ ചീച്ചി വേണാ. ബാബുജിയെ കാലിൽ എന്തെങ്കിലും കുത്തുട്ടാ. അങ്ങനെയാണ് നീ വെളുത്തത്, അങ്ങനെ നീ വെളുത്തത് കേട്ടാ തെറിച്ചിട്ടാ. ബ്രൗൺ കളറ് ആയിട്ടുണ്ട്. ഞാൻ പറയണ്ട 1 മണിയാവുമ്പോ അങ്ങനെ കഴിക്കുമെന്ന്.
എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ കാണുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. പട്ട, ഗ്രാമ്പ് ആവശ്യമുള്ള 1 കിലോ ആയിരിക്കും. ആവശ്യമുള്ളത് വരുമ്പോൾ എത്ര ഇല്ലേ? ഞാനൊരു 4-5 പട്ട ഇടും, ഒരു 4-5 ഗ്രാമ്പ് ഇടും, ഒരു 4-5 ഏലക്കായ ഇടും, പിന്നെ ബേ ലീഫ് ഇടും. ഇവിടെ ബേ ലീഫ് ഇല്ലാത്തത് കാരണം ഞാൻ ബേ ലീഫ് ഇടും. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് അടുപ്പിന്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുന്നു, വീട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കമന്റ് ചെയ്ത്. ഞങ്ങളുടെ വീട് പഴയ ഓടിട്ട് പിന്നെ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം അല്ലേ? നമ്മൾ ഒരു 4 ഗ്ലാസ് അരിയുണ്ട്. ഞങ്ങൾ 6 പേരില്ല, 8 പേര് കഴിക്കാനുള്ളതാണ്. 2 കുപ്പിക്ക് ഉപ്പിടണം. ഞാൻ ചില സമയത്ത് ഉപ്പ് കൂടി കഴിഞ്ഞാൽ വെള്ളം വീഴും. എന്നിട്ട് ഇതൊക്കെ ഒരളവൊന്നും ഇല്ലേ? നമ്മളൊരു ചെറുനാരങ്ങ നീര് ഒഴിക്കണം. 1-2 ഒഴിക്കണം, 1 ഒഴിക്കണം. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിക്കണം. ഒരു ചെറുനാരങ്ങ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും. എന്തിനാണ്? ഞാൻ എനിക്ക് എന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കുമ്പോഴതിനുള്ളിൽ ഞാൻ പഞ്ചസാര ഇട്ട് ഞാനെല്ലാം മസാല ഉണ്ടാവും. വലിയുള്ളി വറുത്ത ഓയിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇഞ്ചി, ഞാൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് അരച്ച് വെച്ചതാണ്. അത് ഞാൻ കുറച്ച് പച്ചമണം മാറുന്നത് വരെ തക്കാളി, ഇതെല്ലാം കുറച്ച് ഞാൻ മാറ്റി. ചട്ടി ചൂടുണ്ട്, ഞാൻ പോയി കൊടുക്കണേ. ഇതെന്തിനാ? ഇത് വന്നിട്ട് നമ്മൾ ദമ്മിടുന്ന സമയത്ത് യൂസ് ചെയ്യും. ഗരം മസാല ഒരു 2 സ്പൂൺ ഉണ്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നത് നമുക്കിത് കുറച്ച് അടച്ച് വെച്ച് കഴിക്കും. 4 ഗ്ലാസ് അരി കഴുകി വായിൽ വെച്ചതാണ്. തിളച്ചു. സ്റ്റോവാക്കി വെക്കായിരുന്നു. അതിന്റെ വെള്ളം ഉടഞ്ഞ തക്കാളി വെള്ളം ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെങ്കായമല്ല, സവാള. നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ ഇത്ര ഓയിലൊന്നറിയാം. ഒരുപാട് അതാ ഞാൻ പറഞ്ഞു, ഇവ ഒന്നും ചേർക്കണ്ടേ ഇല്ല.
ഉപ്പും ചോറിലിട്ട പോലെ ആവശ്യത്തിന് കണക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇടുന്നു. നമുക്ക് ആവശ്യത്തിന് ഇടും. കറക്റ്റുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ തൈര്, ചിക്കൻ കറിയും വെച്ചിട്ട് നമ്മുടെ ശരണം വിളിക്കണം. തൈരിട്ടതിന് ശേഷം ഒരുപാട് ചിക്കൊന്നും വേണ്ട. അതിനുശേഷം ഒരു അരമുറി ചെറുനാരങ്ങ, ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കും. വലിയ പെരുത്ത് കാണാൻ ചോറൊന്നും ആയില്ല. മാമന്മാര് ചണ്ടയെന്ന് പറയുന്നത് വെറുതെ അല്ല. നോക്ക്, പെണ്ണിപ്പോ പേടിട്ടാ. Love this moment, yeah. Stay a minute, another minute. Hold on a second, love this moment, yeah. ആരാ ടേസ്റ്റ് ചെയ്യണേ? ഹരിനെ വിളിക്കാം. ഹരി, ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും ഗണപതിക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പാടുള്ളതുണ്ട്. അതാണ് ഞങ്ങളുടെ വീട്ടിലെ ഗണപതി. ഓ, നീ അയ്യപ്പനാ? ശരി. വെറുതെ പറയല, നന്നായിട്ടുണ്ട്. കാരണം എല്ലാം കറക്റ്റ് ആയിട്ട് ചേരും, നന്നായി ചേർന്നിട്ടുണ്ട്. പറ്റുന്ന എല്ലാരും ഉണ്ടാക്കി വേണം. നന്നായിട്ട് വിശന്നിട്ട് പോയി. അപ്പൊ ചോറിട്ട് വരാം. വേണ്ട, അവളെ ഉണ്ടാക്കി അവളെ കഴിച്ചു. പാവച്ചി, എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടാ? ബിരിയാണി എങ്ങനെയുണ്ട് അമ്മന്റെ? സൂപ്പറായിട്ടുണ്ടാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഓ, കൊടുക്ക്. ആ